നമുക്കൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4, 2, 3 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പറഞ്ഞ്, കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കൃതജ്ഞതാ നിർഭരരായി അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ള മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നും കൂടെ പറഞ്ഞ വചനം: കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി അടുത്ത വചനം: ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? എന്തിനു വേണ്ടിയാ? ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു കിട്ടണം. എന്നിട്ടോ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനും വേണ്ടിയിട്ട്. വെറുതെ അതും ഇതൊന്നും പറയാനല്ല. ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടണം. ക്രിസ്തു രഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. വലത്തേറും ഉയർത്തി ഇപ്പം സിസ്റ്റർ നിങ്ങളോട് പറയാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു വചന അഭിഷേകം സിസ്റ്ററിൻ്റെ മേലുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പറഞ്ഞു തരാം വചനം: കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവവചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെ ആത്മീയമായിട്ട് നയിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അവർക്ക് ക്രിസ്തുവിൻ്റെ വചനം കിട്ടണം. എന്തിനാ? നിങ്ങൾക്ക് തരാൻ. ഹല്ലേലൂയ. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഈ കരുണയുടെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വചനം തരാൻ വേണ്ടി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തികൾക്ക്, വൈദികരാകാം, സിസ്റ്റേഴ്സാകാം, അന്മാരാകാം, അവർക്ക് എന്തു കൊടുക്കണം? കർത്താവിൻ്റെ വചനത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഉണ്ടോ? സങ്കീർത്തനം 23 നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ. പറഞ്ഞേ, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ. എല്ലാവരും പറഞ്ഞോ: ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയെ നമ്മൾ സ്തുതിച്ച് പ്രകീർത്തിച്ചേറ്റ് പറയുക. ദൈവം എവിടെ വസിക്കുന്നു എന്നാ പറയുന്നത്? ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ. ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ്. അവിടുന്ന് പരിശുദ്ധനാണ്. പിശാചിന് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവമേ നീ പരിശുദ്ധനാണ്, ദൈവമേ നീ പരിശുദ്ധനാണ്, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാച് അവിടെ പരിപൂർണമായിട്ട് പരാജയപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധി ഒരു വ്യക്തി ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു അഭിഷേകം അവിടെ നടക്കുക. പെട്ടെന്ന് അനുഗ്രഹം വരാൻ, വളരെ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് കൃപകളും അഭിഷേകവും അനുഗ്രഹവും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റു പറഞ്ഞുകൊള്ളുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. വചനം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായ വിടുതലൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയോ? സങ്കീർത്തകൻ പറയുകയാണ് 63:4 എന്ന് പറഞ്ഞ സങ്കീർത്തനം 63:4 ഇപ്രകാരം പറയുകയാണ്: എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. പറഞ്ഞേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ
ശക്തമായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം, പ്രഭാഷകൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, അതെന്താണെന്നറിയാമോ? സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അതായത് ദൈവം പരിശുദ്ധനാണ്, ആകയാൽ ദൈവം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാനായിട്ട് ആർക്ക് പറ്റത്തില്ല? പാപിക്ക് പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു പാപത്തിൻ്റെ ബന്ധനത്തിലല്ല, നമ്മളൊരു പരിശുദ്ധിയുടെ അവസ്ഥയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച പുതുഞായറിന് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പോയി ദണ്ഡവിമോചനമൊക്കെ പ്രാപിച്ചിട്ടുണ്ടാകും. അങ്ങനെ പോയവരൊന്ന് കൈപൊക്കിക്കുക. എവിടെയെങ്കിലും പോകാൻ പറ്റിയവർ? എനിക്കും പോകാൻ പറ്റും. ഞാൻ തൊടുപുഴയിലാണ് പോയത്. തൊടുപുഴയിലെ കരുണയുടെ പള്ളിയിൽ പോയി ഞാനും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണതഫലമായിട്ടുള്ള കാലിക ശിക്ഷയിൽ നിന്നും പോലും നമുക്ക് വിടുതൽ കിട്ടിയിരിക്കുക. അപ്പം നമ്മളൊരു വിശുദ്ധിയുടെ തലത്തിലേക്ക് കുറച്ചും കൂടെ നമ്മളങ്ങ് ഉയർന്നിരിക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാപമാണ്, തിന്മയാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത്. ദൈവത്തെ ഒരു വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം ദൈവത്തെ അനവരതം സ്തുതിച്ച് ആരാധിക്കുന്നതിന് നമ്മളിലുള്ള തടസ്സം എന്ന് പറയുന്നത് അത് നമ്മുടെ പാപമാണ്, അത് നമ്മളുടെ തിന്മയാണ്. അതുകൊണ്ടാണ് അതിനെ സ്തോത്രഗീതം ഇണങ്ങാത്തത്, ഇഷ്ടപ്പെടാത്തത്, അതിനോട് താല്പര്യമില്ലാത്തത് ആർക്കാണെന്ന വചനം പറയുന്നത്? പാപിക്ക് സ്തോത്രഗീതം ആലപിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, ദൈവത്തിന് നന്ദി പറയാൻ പറ്റത്തില്ല. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. പറഞ്ഞേ, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ആരാ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്തത്? ആരാ? പാപി. ദൈവത്തെ സ്തുതിക്കാത്തവർ, ദൈവത്തെ സ്തുതിച്ച് പ്രകൃതി. നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്ന് ദൈവത്തിന് അനവരത സ്തുതികൾ ആലപിക്കുമ്പോൾ പാട്ടുപാടിയും വചനം പറഞ്ഞും നമ്മുടേതായ ഭാഷകളൊക്കെ ഉപയോഗിച്ചും വാക്കുകളൊക്കെ പറഞ്ഞും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ട് ദൈവം നമുക്ക് പ്രചോദനങ്ങൾ തരും. നമ്മൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മളിൽ നടക്കും. നമ്മുടെ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ മാറ്റിമറിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. ദൈവം ഇന്നതുപോലെയാണ് ആഗ്രഹിക്കുന്നത്, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ, വലത്തുകരം വരുത്തി. ആമേൻ. ഹല്ലേലൂയ. ഇനി വചനം എന്ന് പറഞ്ഞ്, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? മിടുക്കരോ ഉറക്കെ ഉത്തരം പറഞ്ഞേ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അതെന്താണ്? എല്ലാവരും മിണ്ടാതിരിക്കുകയാണോ? പ്രചോദനം. ദൈവത്തിൽ നിന്ന് പ്രചോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ദൈവം ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളത് പോയി ചെയ്താൽ അത് മാത്രം മതി ജീവിതം എന്നേക്കുമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്നാ സിസ്റ്റർ പറയുന്നതല്ല, വചനം പറയുന്നത് എന്താണെന്നാ? ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടും. പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്താ? തിന്മ ചെയ്യാനുള്ളൊരു പ്രചോദനം ദൈവത്തിൽ നിന്ന് വരുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്ത് പ്രചോദനമായിരിക്കും ദൈവം നമുക്ക് തരുന്നത്? നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം ദൈവം നമുക്ക് തരും. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താ? ദൈവം ആ വ്യക്തിയോട് സംസാരിക്കും. അതാണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ. ഇനി ആ വാക്ക് പറയാൻ കിട്ടാഞ്ഞിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കും. എപ്പോൾ? ആ വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഉദ്ഘോഷിച്ച് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കും. അല്ല, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ദൈവം സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ ഒരു അനുഭവം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ഇത് കൊള്ളാലോ, ഇതാണല്ലേ ഇതിൻ്റെ സൂത്രം. നിങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന സൂത്രം ഇതാണല്ലേ? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം എന്താണെന്ന് ഓർക്കാം.
ഉണ്ടോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം പറഞ്ഞ്, ഫിലിപ്പിയർ 4:7. അപ്പോൾ അതിന് മുൻപുള്ളത് നിങ്ങൾ കൂട്ടിച്ചേർത്തോണേ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. എപ്പോഴാ? ദൈവം പരിശുദ്ധനാണ്, ദൈവം ബലവാനാണ്, ദൈവം സർവശക്തനാണ്, ദൈവ സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം സർവ്വവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയെ, ദൈവത്തിൻ്റെ ആ മഹത്വത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ഹല്ലേലൂയ, ഇവിടെ വന്നിട്ട് നമ്മൾ പോകുമ്പോഴേ നമ്മൾ അസ്വസ്ഥരായിട്ടല്ല വീട്ടിലേക്ക് പോകുന്നത്, അല്ലേ? ആണെങ്കിൽ നിങ്ങൾ പിന്നെ വരില്ല. വലിയ സമാധാനത്തോടെയാണ് പോകുന്നത്, വലിയ സന്തോഷത്തോടെയാണ് പോകുന്നത്. അതിൻ്റെ കാരണം എന്താ? നമ്മളിവിടെ വേറെ ഒന്നുമല്ല പറയുന്നത്, നമ്മളിവിടെ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇതിനിടയിൽ പാപത്തിനടിമകളായിട്ട് കുമ്പസാരിക്കാതെ, പാടാൻ പറയുമ്പം പാടാതെ, സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അസ്വസ്ഥരായിട്ടിരിപ്പുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അസ്വസ്ഥരായിട്ട് പോകും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുമെന്നാണ് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അത് ആവശ്യമാണോ? അതെ. രണ്ടാമത്തെ ആവശ്യം എന്താണ്? സമാധാനം. എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഒരു സമാധാനം വേണം. സമാധാനം ഉണ്ടെങ്കിലേ കൂടെ ഉള്ളവർക്കും എന്ത് കൊടുക്കുകയുള്ളൂ? സമാധാനം കൊടുക്കുകയുള്ളൂ. കണ്ടുമുട്ടുന്ന എല്ലാവർക്കും എന്ത് കൊടുക്കുകയുള്ളൂ? സമാധാനം കൊടുക്കുകയുള്ളൂ. അല്ല നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥത വിളമ്പിക്കൊടുക്കും. നമ്മുടെ ഉള്ളിലെ നിരാശ, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ, നമ്മുടെ ഉള്ളിലെ ഡിപ്രഷൻ, ഇതെല്ലാം നമ്മളിങ്ങനെ മറ്റുള്ളവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ വാക്കിലൂടെയും നോട്ടത്തിലൂടെയും ഒക്കെ വരും. അപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക, സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അതിന് ഉള്ള സൂത്ര വഴിയാണ്, എളുപ്പ വഴിയാണ്. എന്ത് ചെയ്യണം? സമാധാനത്തോടെ കഴിയാൻ ഉള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അതാ വചനം പറയുന്നത്. നമ്മുടെ എല്ലാ ധാരണകളെയും എന്ന് പറയുമ്പോൾ അസ്വസ്ഥപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുൻപിലുണ്ടെന്ന് കരുതുക. നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുൻപിലുണ്ടെന്ന് കരുതുക. അപ്പോഴും അതൊന്നും ഓർത്ത്, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അസ്വസ്ഥപ്പെടാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്. ഹല്ലേലൂയ. ഈ കൃപയുണ്ടോയെന്നൊന്ന് ചോദിച്ചേ, പരസ്പരം ചോദിച്ചേ, അടുത്തിരിക്കുന്നവർ. അങ്ങ് നാണിക്കൊന്നും വേണ്ട, ചോദിച്ചേ ഈ കൃപയുണ്ടോയെന്ന് ചോദിച്ചേ. എന്നാ പറഞ്ഞേ? ഉണ്ടെന്ന് പറഞ്ഞോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഹല്ലേലൂയ. വലത്തെരുമതി പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ കൃപ എന്തായിരുന്നു? പ്രചോദനം സ്വീകരിക്കാൻ ദൈവം എന്നോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രചോദനം, കർത്താവിൽ നിന്നുള്ള പ്രചോദനം. രണ്ടാമത്തെ എന്താണ്? സമാധാനത്തോടെ ഇരിക്കാൻ. എവിടെയെല്ലാം ഭൂമി ഇളകി മറിഞ്ഞാലും, കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായാലും, കൊറോണകളും യുദ്ധവും ഒക്കെ കടന്നു വന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും, സമാധാനത്തോടെ ഇരിക്കുക. കാരണം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിലിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഉള്ളിൽ ആർക്കും എന്നെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം. വചനമാണ്. വചനം സങ്കീർത്തനം 103:3 പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തിയ വചനം എന്ന് പറഞ്ഞേ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാവങ്ങൾ പോലും ദൈവം ക്ഷമിക്കുന്നു. പിന്നെ എന്താണ്? രോഗങ്ങൾ സുഖപ്പെടുത്തപ്പെടുന്നു. നമുക്കറിയാമല്ലേ, ഒരുപാട് രോഗശാന്തികൾ നടക്കുന്ന സമയം എപ്പോഴാണ്? വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോയുടെ ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളെല്ലാവരും എന്തു ചെയ്യും? അനവരതം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അങ്ങനെ ശരിക്കും സ്തുതിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ രോഗശാന്തികൾ സംഭവിക്കാൻ തുടങ്ങും.
ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് മെസ്സേജ് ഇന്ന് ഒത്തിരി രോഗശാന്തികളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒഴുകുന്നു. അപ്പം ഞാൻ ശുശ്രൂഷകരോട് പറഞ്ഞു, ഇന്ന് അതിന് സാധ്യതയുണ്ട്, കാരണം ഞാൻ അവരെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ, എന്നാലേ ഓർക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് മൂന്നാമതായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞേ, എല്ലാ പാപകടങ്ങൾ പോലും ക്ഷമിക്കപ്പെടുന്നു എന്ന് വചനം പറയുക. പിന്നെയോ അത്ഭുതകരമായ രോഗശാന്തികൾ, വലിയ രോഗശാന്തികൾ. ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുക, ഞാനൊരു വലിയൊരു രോഗിയാണ്, പക്ഷേ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറിനെ കണ്ടാൽ മാത്രമേ എൻ്റെ രോഗത്തിന് പ്രതിവിധിയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു ഡോക്ടറിനെ കണ്ട് ആ ഡോക്ടറിൻ്റെ കരങ്ങൾ വഴി മരുന്ന് കഴിച്ചിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഒക്കെ സൗഖ്യം പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കും, അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്ക് യേശുവിലൂടെയുള്ള സൗഖ്യം കിട്ടാതെ പോകും. ഒരു മരുന്നും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട, ഒരു വൈദ്യശാസ്ത്രം വേണ്ട, എന്നെ എൻ്റെ തമ്പുരാനെന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യപ്പെട്ടുകൊള്ളും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളങ്ങ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മരുന്നും നമുക്ക് കഴിക്കേണ്ടി വരികയില്ല, ഒരു ഡോക്ടർമാരെയും തേടി പോകേണ്ടി വരികയില്ല, സൗഖ്യം അവിടെ നടക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്തുതിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു. നാലാമതായിട്ടൊരു അനുഗ്രഹം പറയുന്നുണ്ട്, സങ്കീർത്തനം 103:4. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദുരിതം കൊണ്ടും ശാപം കൊണ്ടും അല്ല നിന്നെ കിരീടമണിയിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിന്നെ കിരീടമണിയിക്കുന്നു. ആർക്കാ ഈ അനുഭവം കിട്ടുന്നത്? ദൈവസ്നേഹത്തിന്റെ ആ കിരീടധാരണം കിട്ടുന്ന ആർക്കാണ്? ദൈവത്തിന്റെ പരിശുദ്ധി ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, സങ്കീർത്തനം 103:4. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിത്യമായ നാശത്തിലേക്ക് പോകാനുള്ള, പാതാളത്തോളം എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിന് കാരണമാകുന്ന എല്ലാ പാപകടങ്ങൾ പോലും ദൈവം ക്ഷമിച്ചിട്ട് നമ്മളെ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കാൻ വേണ്ടി പാതാളത്തിൽ നിന്ന് സ്വർഗത്തോളം ഉയർത്തുന്ന അനുഭവത്തിലൂടെ ദൈവം നമ്മളെ എത്തിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 103:5 നമുക്ക് വരാം. അവിടെ അഞ്ചാമതായിട്ടൊരു അനുഗ്രഹം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണത്? യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടും. ആമേൻ, ആമേൻ. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നവീകരണം സംഭവിക്കുമെന്ന്, ജീവിതം നവീകരണം ആഗ്രഹിക്കുന്നവരൊന്ന് കൈപൊക്കിക്ക്. ഉണ്ട്, എല്ലാവരും കൈപൊക്കി. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പല ദുശ്ശീലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ധ്യാന സെൻ്ററിലേക്ക് അവരെ അയക്കും, എവിടെയെങ്കിലും ഒരു ധ്യാന സെൻ്ററിൽ കൊണ്ടേ ആക്കും. എന്തിനാ? ധ്യാന സെൻ്ററിൽ എന്താ നടക്കുന്നത്? ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോയിരുന്ന് തുടക്കത്തിലൊന്നും ഇഷ്ടമില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മെല്ലെ ചുണ്ടൊക്കെ ഒന്ന് അനക്കി തുടങ്ങും. പിന്നെ 4-ാം ദിവസം ആകുമ്പോഴത്തേനും ഇച്ചിരിയൊക്കെ ഒന്ന് സ്തുതിച്ച് തുടങ്ങും. ആ ചെറിയൊരു അനുഭവം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ തന്നെ പൊക്കോളും, എവിടെയെങ്കിലും പോയിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ, 5 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ പുറകിലൊരു കൊച്ചേ കൈപൊക്കിയുള്ളൂ, ആരും കൈപൊക്കിയിട്ടില്ല. കാരണം ഇതൊന്നും നമ്മൾ അറിയരുതെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്. ആർക്കാ? പിശാചിന്. ഹല്ലേലൂയ. ദണ്ഡവിമോചനത്തെക്കുറിച്ച് സഭ പറയുന്നത് അറിയരുതെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? പിശാചിന് ആഗ്രഹമുണ്ട്. അത് അറിയാൻ സമ്മതിക്കുക. ഈ പറഞ്ഞ പോലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യനും അറിയരുതെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? പിശാചിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുക. അനുഗ്രഹത്തിൻ്റെ ആ വഴികളെല്ലാം അവൻ അടയ്ക്കപ്പെട്ടിരിക്കുക.
അതുകൊണ്ടാണ് പറയുന്നത് ബൈബിൾ തുറന്നിട്ട് നോക്കണം. ദൈവം എന്തെല്ലാമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഞാൻ ചെയ്യേണ്ടത് എന്താ, ഇതൊക്കെ ബൈബിളിൽ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തമാക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ എല്ലാമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ഉദ്ഘോഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയൊരു സംതൃപ്തി കിട്ടുക എന്നുള്ളതാണ്. മനുഷ്യന് ഏറ്റവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്തേലും ഉണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, പേരുണ്ടെങ്കിലും, പ്രശസ്തി ഉണ്ടെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ എപ്പോഴും അസംതൃപ്തനാണ്. അതൊരു വലിയ തിന്മയാണ്, അസംതൃപ്തി. എന്നാൽ വചനം പറയുകയാണ്, ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നവർക്ക് ഇപ്പോഴൊരു സംതൃപ്തിയാണ്, ജീവിതത്തിലൊരു സംതൃപ്തിയാണ്. പരാതികളൊന്നുമില്ല. ഇല്ലാത്തതിനെക്കുറിച്ചല്ല അവർ ഓർക്കുന്നത്, ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവർ ഓർക്കുന്നത്. അവർക്കൊരു സംതൃപ്തിയാണ്. അതാണ് ആറാമത്തെ അനുഗ്രഹം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി ഏഴാമതായിട്ട് നമ്മൾ കാണുകയാണ് അപ്പസ്തോല പ്രവർത്തനം 28:15. അപ്പസ്തോല പ്രവർത്തനത്തിൽ 28:15 വായിക്കുകയാണ്, സ്തുതിക്കുമ്പോൾ ധൈര്യം ലഭിക്കുന്നു, വലിയ ആത്മധൈര്യം. പൗലോസ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ധൈര്യമുള്ളവനായി മാറി. ആമേൻ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ ധൈര്യമുള്ളവനായി മാറിയത്? സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ തൊട്ടാവാടികളായി പോകാൻ പാടില്ല. ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെ ഒന്നും നമ്മുടെ അപ്പസ്തോലന്മാരാരും തകർന്നു പോയില്ല. ഈശോയുടെ നാമത്തെ പ്രതി അവർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. കാരാഗ്രഹവും ചമ്മട്ടിയും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അവിടെ ഒന്നും അവർ പതറിപ്പോയില്ല. അവരെങ്ങനെയായിരുന്നെന്നാണ് വചനം പറയുന്നത്? അവർ ഭയങ്കര ആത്മധൈര്യമുള്ള മനുഷ്യരായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് നമുക്കാണെങ്കിൽ ചെറിയൊരു തലവേദന തുടങ്ങുമ്പോഴേ നമ്മുടെ ആത്മധൈര്യമൊക്കെ പോയി. അല്ലേ? ട്യൂമർ ആയിരിക്കുമോ? അല്ലേ? ഇനി എന്നതായിരിക്കും വരാൻ പോകുന്നത്? അപ്പം അങ്ങനെ രാഹുലതയൊക്കെ മനസ്സിലേക്ക് വരുമ്പോഴേ നമ്മൾ ഓർക്കണം, ഇത് ശരിയല്ല, ഇത് വഴി തന്നെ ആ രോഗം ചിലപ്പോൾ നമ്മളിലേക്ക് വരും. ആവശ്യമില്ലാത്ത ആകുലതകളും ഉത്കണ്ഠകളൊക്കെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളായിട്ടൊക്കെ വരും. അപ്പം നമ്മൾ ആത്മധൈര്യമുള്ളവരാകുക. ആത്മധൈര്യമുള്ളവരാകണം. എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. വലത്തേരം ഉയർത്തി ഉറക്കെ പറഞ്ഞ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു നോക്കിയേ, എന്ത് സഹനവും നേറ്റെടുക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടോന്ന്. കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തളർന്നു പോകുമോ? ഇപ്പം ചൂടല്ലേ? അല്ലേ? ആ ചൂടിനെ പേടിച്ചിട്ട് ചിലപ്പം ദൈവാരാധന വേണ്ടാന്ന് വെക്കും. ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? ഈ ചൂടിൻ്റെ നേരെ ഒരു ആത്മധൈര്യം വേണ്ടേ? മഴ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ മഴയത്ത് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന, മഴ നനയല്ലേ? അപ്പം മഴയോട് നമുക്കൊരു പേടി, ചൂടിനോടൊരു പേടി. ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിനൊന്നും അടിമയല്ല, നമ്മളിതിനെല്ലാം അധീനനാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ചൂടിൻ്റെ വഴിക്ക് പോകും, മഴയുടെ വഴിക്ക് പോകും. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 8:2 നമുക്ക് വരാം. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ആമേൻ. ഹല്ലേലൂയ. അതായത് നമ്മൾ നിഷ്കളങ്കമായ മനസ്സോടെ അനവരതം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു കോട്ടയാണ്. എന്ത് കോട്ട? ദൈവിക സംരക്ഷണത്തിൻ്റെ കോട്ടയാണ്. ഹല്ലേലൂയ. നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ ശരിക്കും ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കണം. അപ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സംരക്ഷണത്തിൻ്റെ കോട്ട ഉയർത്തുക. വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ശിശുക്കളുടെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ ആത്മാക്കളുടെ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആരാണ്? നിഷ്കളങ്കരാണ്. അതുപോലെയുള്ള ആത്മാക്കളെ കൊണ്ട് ദൈവം സുശക്തമായ കോട്ട കെട്ടുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ
ഇരുന്ന് ദൈവത്തെ നിഷ്കളങ്കമായ മനസ്സോടെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ തിരുസഭ മുഴുവനും, ദൈവജനം മുഴുവനും വേണ്ടി ദൈവം തന്നെ ഒരു കോട്ട കെട്ടുക. സഭയ്ക്കൊരു കോട്ട കെട്ടുക, നമ്മുടെ കുടുംബത്തിനൊരു കോട്ട കെട്ടുക. കാരണം നമ്മൾ നിഷ്കളങ്കരായ ആത്മാക്കളാണ്. ആമേൻ ഹല്ലേലൂയ. ബലത്തെ ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 8 കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞത്. അതൊന്ന് തിരിച്ചു പറയാമോ? പ്രചോദനം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നു. 1, പ്രചോദനം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ പറയണം. 1, 2, 3, 4 അങ്ങനെ പറയണം. 1, പ്രചോദനം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നു. കർത്താവിൽ നിന്ന് പ്രചോദനങ്ങൾ. ഇനിയിപ്പോൾ അത് ആ വാക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, കർത്താവ് എന്നോട് സംസാരിക്കുന്നു. അങ്ങനെ ഓർത്താൽ മതി, കർത്താവ് എന്നോട് സംസാരിക്കുന്നു. 2, കർത്താവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്നിനും എന്നെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് പറ്റില്ല. 2, 3, സൗഖ്യം പ്രാപിക്കുന്നു. അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു. 3, 4, 4 എന്നതാ? രക്ഷിക്കുന്നു എൻ്റെ ജീവനെ പാതാളത്തിൽ, അതായത് നിത്യനാശത്തിലേക്ക് എന്നെ ദൈവം വിടില്ല. നിത്യനാശത്തിൽ ദൈവം എന്നെ രക്ഷിക്കുന്നു. എന്നിട്ടോ സ്വർഗത്തോളം ഉയർത്തുന്നു. പാതാളത്തിൽ നിന്ന് സ്വർഗത്തോളം ഉയർത്തി ഒരു കിരീടം എൻ്റെ ശിരസിലേക്ക് വെച്ച് തരുന്നു. ആ കിരീടത്തിൻ്റെ പേരെന്താ? സ്നേഹവും കരുണയും. ഹല്ലേലൂയ. അതാണ് 4-മത്തേത്. പിന്നെ 5 ജീവിത നവീകരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ. 5 ജീവിത നവീകരണം സംഭവിക്കുന്നു. 6 സംതൃപ്തി ലഭിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ഇല്ലാത്തതോർത്ത് ഒരു സങ്കടവും ഇല്ല. എനിക്ക് നല്ല ജോലിയില്ലല്ലോ, എനിക്ക് വലിയ വീടില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞുള്ള യാതൊരു അസംതൃപ്തിയില്ല. സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അതാണ് 6. 7 ഒന്നിനെയും പേടിയില്ലാത്ത മനുഷ്യരായി മാറുന്നു. ധൈര്യം ലഭിക്കുന്നു, ആത്മധൈര്യം. ആരെയും പേടിയില്ലാത്ത മനുഷ്യരുണ്ട്, ഒന്നിനെയും പേടിയില്ലാത്ത മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ഉണ്ടോ? അപ്പസ്തോലന്മാർക്കൊക്കെ ആരെയും പേടിയില്ലായിരുന്നു, ഒന്നിനെയും പേടിയില്ലായിരുന്നു. നീ പോടാ പുല്ലേ എന്ന് പറയാനുള്ളത് പറഞ്ഞിച്ച് പോകുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാം എങ്ങനെയാ? പേടിച്ചരണ്ട് ഒളിച്ചിരിക്കുന്നവരാ. ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ പേടിച്ചരണ്ട് ഒരു മുറിക്കുള്ളിലിരുന്നു, അല്ലേ? ഈശോ അങ്ങോട്ട് കിടന്നു ചെന്നു, അവിടെ കിടന്നു ചെന്നു ഈശോ. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അമ്പടാ പേടിത്തൊണ്ടന്മാരെ, നിങ്ങളിങ്ങനെ വന്നിരിക്കുവാണോന്നാണോ ചോദിച്ചേ? അല്ല, ഒന്നും ചോദിച്ചില്ല. എന്താ പറഞ്ഞത്? എൻ്റെ സമാധാനം, ഉത്ഥിതനായ കർത്താവിൻ്റെ സമാധാനം കൊടുത്തു. ഈശോയ്ക്ക് അറിയാം അവർ അത്രയൊക്കെ ഉള്ളെന്ന്. ഈശോയുടെ സമാധാനം അങ്ങ് കൊടുത്തു. ഈശോയുടെ സമാധാനം അങ്ങ് കിട്ടിക്കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ പറന്ന് നടന്ന് ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. പിന്നെ ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. മതിയെന്ന്. അപ്പം ഞാൻ പറയുന്ന പോലെ നീങ്ങുക എന്ന് പറയുന്നതാണ് കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുക എന്ന് പറയുന്നത്. കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുക, കർത്താവ് പറയുന്ന പോലെ ചെയ്യുക. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നാളെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, 2 മാസം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാ ഇതൊക്കെ കൃത്യമായിട്ട് കർത്താവിനോട് ചോദിച്ചറിയണം. വെറുതെ അങ്ങ് പോകരുത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോഴേ അതിന് പുറപ്പെടേണ്ട ഒരു സമയമുണ്ട്. അതൊക്കെ ദൈവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം 2:5 പറയും, ഇസ്രായേൽ ജനം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജെറീക്കോ പട്ടണം പിടിച്ചെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ആരെങ്കിലും പിടിച്ചു പറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. നമുക്കുള്ളത് നമുക്ക് ദൈവം നേടിത്തരും. നമുക്കുള്ളത് നമുക്ക് ദൈവം നേടിത്തരും. ഇസ്രായേൽ ജനം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജെറീക്കോ പട്ടണം പിടിച്ചെടുത്തു. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ. ഇനി വെളിപാടിന്റെ പുസ്തകം 19:6 നമ്മൾ വായിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 19:6 ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവത്തെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു.
ആമേൻ. അപ്പൊ ദൈവമാണ് എൻ്റെ ഭരണകർത്താവ്, ദൈവമാണ് എൻ്റെ നാഥൻ, ദൈവമാണ് എൻ്റെ രാജാതിരാജൻ എന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തു നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ. വലത്തേരുമരുത്തി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ. അതിനുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവത്തെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ല ഒരുപാട് സ്തുതി പാടകരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ആർക്കാ സ്തുതി പാടുന്നത്? എല്ലാവർക്കും സ്തുതി പാടാനറിയാം. ആരെയാ സ്തുതി പാടുന്നത്? മനുഷ്യർക്കാ സ്തുതി പാടുന്ന പലരും. ആരെയാണോ ഭരണകർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അവർക്കാണ് നമ്മൾ സ്തുതി പാടുന്നത്. ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, പക്ഷെ നമുക്കറിയാമല്ലോ ലോകത്തിലൂടെയാണല്ലോ നമ്മൾ നടന്നു പോകുന്നത്. ചിലർക്ക് ദൈവത്തിന് സ്തുതി പാടുന്നത് മാത്രമേ ലജ്ജയുള്ളൂ. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂടെ ആയിരിക്കുന്ന അതൊക്കെ ലജ്ജയുള്ള കാര്യമാണ്, അതൊക്കെ നാണക്കേടിൻ്റെ കാര്യമാണ്. പക്ഷേ മനുഷ്യർക്ക് സ്തുതി പാടി പുറകെ നടക്കാൻ ഒരു കുഴപ്പമില്ല. മനുഷ്യരുടെ സ്തുതി ഇങ്ങനെ പാടി നടക്കുക, അവരെ ഇങ്ങനെ വാനോളം വാഴ്ത്തി സ്തുതി പാടി നടക്കുക, അത് വേണ്ട. ദൈവത്തിനാണ് നമ്മൾ സ്തുതി പാടേണ്ടത്. ദൈവത്തെയാണ് നിൻ്റെ ഭരണകർത്താവായിട്ട് സ്വീകരിക്കേണ്ടത്. ഈ ലോകത്തിൻ്റെ ഒരു ഭരണാധികാരിയുമല്ല, ഒരധിപനെയല്ല, നിനക്കൊരു ഭരണാധികാരിയുള്ളൂ, അത് നിൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ നീ ആരാധിക്കാൻ തുടങ്ങിക്കേ, ആ ദൈവത്തിനെ നീ സ്തുതി പാടാൻ തുടങ്ങിക്കേ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. സ്തുതിപാടൽ നിർത്തുക, മനുഷ്യരിലേക്കുള്ള സ്തുതിപാടൽ നിർത്തുക. ആരെയും സ്തുതിക്കണ്ട. എല്ലാവർക്കും എല്ലാവരിലുമുള്ള എല്ലാ നന്മകളും ഒരുവനിൽ നിന്ന, ആരിൽ നിന്ന? ദൈവത്തിൽ നിന്ന, ദൈവത്തിൽ നിന്ന. അതുകൊണ്ട് ആരിലൂടെ എന്ത് നന്മ നമ്മൾ കണ്ടാലും, ആരിലൂടെ എന്ത് നന്മ നമ്മൾ സ്വീകരിച്ചാലും നമ്മൾ സ്തുതിക്കേണ്ടത് ആരെയാണ്? ആ വ്യക്തിയല്ല, ദൈവത്തെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെങ്കിലും നമ്മളോടൊരു കാരുണ്യം കാണിച്ചാൽ ആ കാരുണ്യം കാണിച്ച വ്യക്തിയോടല്ല നമ്മൾ സ്തുതി പാടുന്നത്, പിന്നെ ആരെയാണ്? ദൈവ. അവർക്ക് ദൈവം കൊടുത്ത പ്രചോദനം അനുസരിച്ചാണ് എന്നോട് കരുണ കാണിച്ചത്. അവർ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച പ്രചോദനം അനുസരിച്ചാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് സ്തുതി പാടേണ്ടത് ദൈവത്തിനാണ്. ഹല്ലേലൂയ. വഴി മാറിപ്പോകരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. ഭരണകർത്താവ് അത് നിന്റെ ദൈവം മാത്രമാണ്. നീ വേറെ ആരെയും നിന്റെ ഭരണകർത്താവായിട്ട് കാണരുത്. നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവത്തെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും പോലുള്ള ഒരു ശബ്ദം. ദൈവത്തെ ഭരണകർത്താവായിട്ട് സ്വീകരിച്ച് ദൈവത്തിന് സ്തുതി പാടുന്നവരുടെ ഒരു കൂട്ടായ്മയാണത്. അവരെന്താ ചെയ്യുന്നത്? അവർ ഹല്ലേലൂയ പറയുന്നു. സർവശക്തനും നിന്റെ ദൈവവുമായ കർത്താവ് വാഴുന്നു എന്നവർ പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 22:3 നമ്മൾ കാണുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. അത് പറഞ്ഞുകൊണ്ടാണ്, ആ വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്, അല്ലേ? ആണോ? ഓർക്കുന്നുണ്ടോ? അതെ. ആ വചനം ഒന്നുകൂടെ പറഞ്ഞേ. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുന്ന് പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. 1 സാമുവേൽ 16:23 നമ്മൾ വായിക്കുകയാണ്. ദൈവം അയച്ചൊരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കും. ദുരാത്മാവ് അവനെ വിട്ടുപോകുകയും ചെയ്യും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഈ ദുരാത്മാവ്, പിശാച്, പൈശാചിക ശക്തി എപ്പോഴാണ് നമ്മളെ വിട്ടുപോകുന്നത്? സ്തുതികൾ പാടും. എപ്പോഴാ? ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പാടുമ്പോഴാണ്. ആരെ സ്തുതിച്ച് പാടുമ്പോഴാ? ചിലരെയൊക്കെ ഉണ്ട്, അവരെയല്ല. പിന്നെയോ ദൈവത്തെ സ്തുതിച്ച് പാടാൻ നിങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ, ഭർത്താവ് കുറേ പേരെ സ്തുതിച്ച് പാടുന്നു, ഭാര്യ വേറെ കുറേ പേരെ സ്തുതിച്ച് പാടുന്നു, മക്കൾ വേറെ കുറേ പേരെ സ്തുതിച്ച് പാടുന്നു. അപ്പോഴല്ല, നീ നിന്റെ ദൈവമായ കർത്താവിന് കുടുംബത്തോടെ സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിൻ്റെ മേൽ ഒരു തിന്മയ്ക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഒരന്ധകാര ശക്തിക്കും ആ കുടുംബത്തെ കീഴടക്കാൻ പറ്റത്തില്ല.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. 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 അപ്പോൾ നമുക്കൊന്ന് ഒരു പാട്ടൊക്കെ പാടി നന്നായിട്ടൊന്ന് സ്തുതിച്ചങ്ങ് പാടിയാലോ? സ്തുതിച്ച് പാടി എന്ത് കിട്ടും? ഇപ്പോൾ സിസ്റ്റർ 14 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. 14 കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയാൽ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. അഭിഷേകത്താൽ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. സ്തുതിപ്പെപ്പോൾ നിന്നു പോകുന്നു, അല്ലെങ്കിൽ സ്തുതിപ്പെപ്പോൾ നമ്മൾ നിർത്തിക്കളയുന്നു, ആ സെക്കൻഡിൽ തന്നെ നമ്മൾക്ക് ഒരു തിന്മയുടെ സ്വാധീനം കടന്നു വരും. ആരാധനയൊക്കെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. വലത്തേറുമുയർത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിച്ചേ ആമേൻ ഹല്ലേലൂയ. 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 കർത്താവേ, വലിയ വിടുതലും സൗഖ്യവും ലഭിക്കട്ടെ. സ്വർഗത്തിലെ ആത്മാക്കളെ പോലെ, വിശുദ്ധരായ ആത്മാക്കളെ പോലെ, ശിശുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ സ്തുതി ഉയർത്തുന്ന ദൈവമേ, പരിശുദ്ധരായ ആത്മാക്കളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണല്ലോ, വിശുദ്ധരുടെ അധരങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണല്ലോ സ്തുതിയുടെ പ്രാർത്ഥന. കർത്താവേ, വിശുദ്ധരുടെ പ്രാർത്ഥനയാണല്ലോ സ്തുതിയുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ.